ഹലോ, എല്ലാവരും സുഖമായിരിക്കണം. അങ്ങനെ ഇന്ന് രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ കനാലിൽ വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ ആ കറുപ്പ് കളറിലുള്ള 2 താറാവുകളില്ലേ, അവർ ഏത് നേരം ബേക്ക് വശത്താണ് കേട്ടോ, മേളിലേക്ക് കയറലില്ല. അങ്ങനെ നമ്മുടെ വേറൊരു പൂവന താറാവുണ്ട്, അവനായിട്ട് തല്ലുപിടിച്ചപ്പോൾ 2 കൂടി മേളിൽ കയറിയതാണ് കാണാം. ഒരു ദിവസം കനാൽ നിറച്ചും വെള്ളം വന്നപ്പോൾ ഞാൻ എന്തേത് 2 കൂടെ ഒന്ന് വെള്ളത്തിൽ ഒറ്റ എറിഞ്ഞു. അപ്പോൾ പിന്നെ വെള്ളത്തിലങ്ങോട്ട് നീന്തി അങ്ങനെ കുളിച്ച് കയറി. ഭയങ്കര മടിയന്മാരാണ് കേട്ടോ ഈ താറാവ്. വെള്ളത്തിലൊന്ന് ഇറങ്ങ് എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അവർക്ക് വെള്ളമൊന്നും വേണ്ട. ഇടയ്ക്ക് അങ്ങനെ തോന്നുമ്പോൾ ഇറങ്ങും. നമ്മുടെ മറ്റേ താറാവ് പോലെ ഏത് നേരം വെള്ളത്തിലൊന്നും കളിക്കില്ല. പിന്നെ കുറേ നാളായിട്ട് 10 വർഷത്തോളമായി മുഴുങ്ങി ഇവിടെ ഇങ്ങനെ നിൽക്കണം. ഒടിഞ്ഞു പോകും, പിന്നെയും കിളിർത്ത് വരും, പിന്നെയും ഒടിഞ്ഞു പോകും, പിന്നെയും കിളിർത്ത് വരും. ഇപ്പോഴേ ഒടിഞ്ഞു പോയിട്ട് കിളിർത്ത് വന്നേക്കണേണ്ടി കാണുന്നത്. അങ്ങനെ നമ്മുടെ താറാവുട്ടന്മാരൊക്കെ ഇങ്ങനെ നടക്കണേണ്. രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ബേക്കിൽ കയറിയാൽ പിന്നെ എൻ്റെ ബേക്കിലായിരിക്കും. അങ്ങനെ തന്നെ അത് അവനായിട്ട് വെള്ളത്തിലിട്ട് മുക്കി. അങ്ങനെ വെയിലും കൊണ്ട് നടക്കണേണ് മേലെ കുണക്കാൻ. അപ്പം അത് ഇവർ ഭയങ്കര ഇവളുടെ കെട്ടിയോനാണ് കേട്ടോ അവൻ. അപ്പം അവൻ്റെ അടുത്തേക്ക് വേറെ വല്ല പൂവന്മാരും പെണ്ണുങ്ങൾ വന്നതിനെ പെണ്ണി പറപ്പിക്കലാണ് കേട്ടോ, ഒന്നും പറയണ്ട. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരൊക്കെ നിൽപ്പുണ്ട്. ഇവളിങ്ങനെ നോക്കണ കണ്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയായിട്ടോ, തുറപ്പിച്ച് നോക്കണേന് തന്നെ. അങ്ങനെ അകത്തേക്ക് വന്നപ്പോൾ ഒരാൾ കിടക്കണേന് ബെഡ്മേ. എന്താണെന്നറിയോ, ഞാൻ പറപ്പിച്ചവനെ ഇവിടെ പറ്റിക്കൂടാൻ നോക്കണേന്. അങ്ങനെ അകത്തെ പണിയെ ഒതുക്കലൊക്കെ കഴിഞ്ഞ് ഇനി പെരയൊക്കെ ഒന്ന് തുടക്കണം. പിന്നെ കുറച്ച് പണിയൊക്കെ കൂടി ഉണ്ട്. പിന്നെ ഒന്നും കൂടി ഇവരെയൊക്കെ ഒന്നും കൂടി നോക്കാൻ വന്ന് വെള്ളത്തിൽ ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ. അപ്പോഴത്തേക്ക് 2 പേര് വെള്ളത്തിൽ കിടന്ന് നീന്തണ്ട്. കുറച്ച് വെള്ളമുള്ളെങ്കിൽ നല്ല അടിയൊഴുക്കുണ്ട്. അപ്പോൾ അവർ അത് കാരണമാണ് ഈ താറാവുകൾ അങ്ങനെ ഇറങ്ങാത്തത്. കുറച്ച് നമുക്ക് കാണുമ്പോൾ കുറച്ച് വെള്ളമുള്ളതെങ്കിലും നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനും എൻ്റെ താറാവും എൻ്റെ കോഴി അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. വേറെ എന്ത് വിശേഷം, ഇത് തന്നെയല്ലേ വിശേഷമല്ലേ എപ്പോഴും കാണുന്നത്. കണ്ട് എല്ലാവർക്കും മതിയായി. പിന്നെ സന്തോഷം. വേറെയുള്ള ജോലിക്ക് ഒന്നും പോകണമെന്നില്ല. അപ്പോൾ നമ്മുടെ താറാവും കോഴീനെയൊക്കെ വളർത്തുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ ഒരുപാട് സങ്കടങ്ങളും വിഷമത്തിൻ്റെയൊക്കെ ഇടയിലൊരു സന്തോഷം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട്